പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വിനോദ് കെ ജോസിനുള്ള ക്ഷണം പിൻവലിച്ച് പാലാ സെന്റ് തോമസ് കോളേജിൽ പ്രഭാഷണം നടത്താൻ ക്ഷണിച്ച് സമയമായപ്പോൾ പിൻവലിക്കുകയായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. താൻ ഒരു വിവാദ വ്യക്തിത്വമാണെന്നും മാനേജ്മെന്റും പ്രിൻസിപ്പലും തന്റെ സാന്നിധ്യം താൽപര്യപ്പെടുന്നില്ലെന്നും അറിയിപ്പ് ലഭിച്ചതായി വിനോദ് കെ ജോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എപ്പോഴായിരുന്നു വിനോദ് കെ ജോസിന്റെ പ്രഭാഷണം തീരുമാനിച്ചിരുന്നത്? അത് പിന്നീട് എന്ത് കാരണം പറഞ്ഞാണ് ആ ക്ഷണം കോളേജ് അധികൃതർ പിൻവലിച്ചത്? ദിവ്യ, ദി കാരവാൻ മുൻ എഡിറ്ററും പ്രമുഖ മാധ്യമ പ്രവർത്തനമായ വിനോദ് കെ ജോസിനെ പാലാ സെന്റ് തോമസ് കോളേജിലെ പ്രഭാഷണ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നതിന്റെ നോട്ടീസും പുറത്തിറങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തനിക്ക് തന്റെ ക്ഷണം പിൻവലിക്കപ്പെട്ടു എന്നുള്ള കാര്യം വിനോദ് കെ ജോസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്ന വിഷയത്തിൽ സംസാരിക്കാനായിരുന്നു അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചു. ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല, പിന്നെ മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം താല്പര്യമില്ലെന്ന അറിയിപ്പ് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത വിമർശനം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ തന്നെയാണ് തനിക്ക് ഇത്തരത്തിലൊരു ക്ഷണം പിൻവലിക്കൽ ഉണ്ടായതെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വാക്കുപോലും പറയാതെ പ്രഭാഷണം താൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ ഇതോടുകൂടി വ്യക്തമാവുന്നു അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള പാലാ രൂപതയുടെ നേതൃത്വത്തിലുള്ളൊരു സ്ഥാപനം, കോളേജ് മാനേജ്മെന്റ്, അത് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് അത് അവർ പരോക്ഷമായി അതിനെ പിന്തുണയ്ക്കുന്നതാണ് എന്നുള്ള സൂചനയും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗമെങ്കിലും പ്രസക്തവും സുതാര്യമായ സംഭാഷണങ്ങൾ തടയുക എന്ന RSS BJP നിലപാടിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ മൂല്യം കുറയുന്നു അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറയുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അത് ഇത്തരം അനുഭവങ്ങൾ ഒക്കെ സെൻസർ ചെയ്യപ്പെടുന്ന ഒരു മാനേജ്മെന്റ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്നുള്ള കാര്യവും പറഞ്ഞു വെച്ചാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇനി ഈ പരിപാടിക്ക് വരാതെ തന്നെ താൻ പറയേണ്ട പ്രവർത്തനം അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് പൊതുസമൂഹത്തിന് ഈ പ്രവൃത്തിയിലൂടെ വ്യക്തമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ കുറിപ്പിലൂടെ പറയുന്നത്. ദിവ്യ.